ഒരു കഥ പറയാം. എൻ്റെ കഥയല്ല, നമ്മുടെ ചെക്കൻ്റെ ഒരു കഥ. ഓൻ പണ്ട് കുറച്ച് നാളൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒമാനിലായിരുന്നു, കല്യാണത്തിനൊക്കെ കുറച്ച് മുമ്പ്. അപ്പോൾ ഇങ്ങനൊരു റമദാനിൽ നോമ്പൊക്കെ തീരാനായപ്പോൾ പെരുന്നാൾ കൂടാൻ വേണ്ടി ദുബായിക്ക് വരായിരുന്നു. അവൻ്റെ ഫ്രണ്ട്സൊക്കെ ദുബായിലാണ്. ഒമാനിൽ നിന്ന് അലൈൻ ബോർഡർ വരെ ഒരു കൊലീഗ് കൊണ്ടാക്കി. അവിടെ ടൗണിലെ പള്ളിയിൽ നോമ്പ് തുറന്ന് ദുബായിക്ക് ബസ്സിൽ വരാനായിരുന്നു പ്ലാൻ. പക്ഷെ ബോർഡർ എത്തിയപ്പോൾ തന്നെ ബാങ്ക് വിളിച്ചു. എന്നാൽ പിന്നെ നോമ്പ് തുറന്നിട്ട് പോയേക്കാന്ന് വിചാരിച്ച് അടുത്തുള്ള ബക്കാലയിൽ ഓടിക്കയറി വെള്ളവും ലബനും പഴവും അങ്ങനെ നോമ്പ് തുറക്കാനുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തു. പേ ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ കാർഡും എടുക്കില്ല. ഇയാളുടെ കയ്യിലാണെങ്കിൽ ഒമാനേറിയാലും മാത്രമേ ഉള്ളൂ. ബക്കാല ചേട്ടൻ പറഞ്ഞു, സാരില്ല, നോമ്പ് തുറക്കാനല്ലേ, ആവശ്യമുള്ളതൊക്കെ എടുത്തോളാൻ. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് അവിടെ നിന്ന് ബസ് കയറി അലൈൻ ബസ് സ്റ്റേഷൻ പോകണം. ബസ്സിൽ കയറിയപ്പോൾ അവിടെയും സെയിം സിറ്റുവേഷൻ തന്നെ. കാർഡും എടുക്കില്ല, കയ്യിൽ ദിർഹംസും ഇല്ല. ബസ് ഓടിച്ചതൊരു മലയാളി ചേട്ടനായിരുന്നു. ഈ സമയത്തിന് ചെക്കിംഗ് ഒന്നും കാണില്ല, വാ കയറിക്കോന്നും പറഞ്ഞ് ചെക്കനെയും കയറ്റി ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് യാത്ര തുടങ്ങി. അതിൻ്റെ ഇടയിൽ ആ ചേട്ടൻ കീറ്റോ ഡയറ്റിലാണെന്നും പറഞ്ഞ് ചേട്ടന് വേണ്ടി കരുതി വെച്ച കുറച്ച് നട്ട്സൊക്കെ എടുത്ത് നോമ്പിൻ്റെ ക്ഷീണം മാറ്റാൻ പറഞ്ഞു. ഒരു ദിവസം തന്നെ ഇത്രയും നന്മ താങ്ങാൻ പറ്റാതെ അങ്ങനെ ബസ്സൊക്കെ കയറി നമ്മുടെ ചെക്കൻ ബസ് സ്റ്റേഷൻ എത്തിയപ്പോൾ തന്നെ അതേ ദുബായ്ക്കുള്ള ബസ് റെഡിയായി നിൽക്കുക. അവിടെ ബസ് സ്റ്റേഷൻ അകത്തൊന്നും ATM കണ്ടില്ല, എക്സ്ചേഞ്ചും കണ്ടില്ല. ഈ ബസ് പോയാൽ പിന്നെ ഇനി 1 hour കഴിഞ്ഞേ ബസ്സുള്ളൂ. ഓടി കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ പിന്നെ സെയിം അവസ്ഥ. കാർഡും എടുക്കില്ല, കയ്യിൽ ദിറംസും ഇല്ല. അപ്പോൾ തന്നെ പിറകിൽ നിന്നൊരാൾ 25 ദിറംസ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ടിക്കറ്റ് എടുത്തോളാൻ. എനിക്ക് പ്രാന്തായതാണോ അതോ ഇനി നാട്ടുകാർക്ക് മൊത്തം പ്രാന്തായതാണോ എന്ന് ആലോചിച്ച് അങ്ങനെ നമ്മുടെ ചെക്കൻ അന്തം വിട്ട് ദുബായി എത്തിക്കഴിഞ്ഞാൽ ചേട്ടൻ്റെ അടുത്ത് പൈസ എടുത്തു തരാം, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ATM പോയിട്ട് ഓടി വരാമെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറയാം, അതൊന്നും സാരമില്ല, ഇനി പൈസ ആവശ്യമുള്ള ആരെങ്കിലും കണ്ടാൽ അവർക്ക് കൊടുത്താൽ മതിയെന്ന്. എന്തോ ഒരു നല്ല ആൾക്കാരല്ലേ നമ്മുടെ ചുറ്റും. ഒരാവശ്യം വന്നാൽ എവിടെ നിന്നെങ്കിലുമൊക്കെ നമുക്ക് ഹെൽപ്പ് കിട്ടും. ചിലപ്പോൾ അത് ഈ നാടിൻ്റെയും കൂടി സ്വഭാവമായിരിക്കും.